നമസ്കാരം. ഗാസ മുനമ്പ് ഏറ്റെടുത്ത് അതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് കനത്ത തിരിച്ചടിയുമായി ഫലസ്തീൻ അനുകൂല സംഘടന സ്കോട്ട്ലൻഡിലുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗോൾഫ് കോഴ്സിന് നേർക്കാണ് അവർ ആക്രമണം നടത്തിയത്. ഫലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് ഇവിടേക്ക് ഇരച്ചു കയറിയത്. ഇവർ ഇതിൻ്റെ ചുവരിലെല്ലാം തന്നെ ചുവന്ന പെയിൻ്റടിച്ച് വികൃതമാക്കി പച്ച നിറത്തിൽ ഗാസ വിൽപ്പനയ്ക്കില്ല എന്ന് എഴുതി വയ്ക്കുകയും ചെയ്തു. കൂടാതെ ഈ കെട്ടിടത്തിൻ്റെ ചുവരുകളിലെല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് സഭ്യമല്ലാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങളും അവർ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇവർ ഗോൾഫ് കോഴ്സ് ആകെ നാശമാക്കിയിട്ടിട്ടാണ് പോയത്. ഗോൾഫ് കോഴ്സിൻ്റെ പുൽത്തകടിയെല്ലാം തന്നെ ഇവർ വലിയ കുഴികളെടുത്ത് അലങ്കോലമാക്കിയിട്ടുണ്ട്. കൂടാതെ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ വൻ ഭീഷണിയാണ് ട്രംപിന് നേർക്ക് ഉയർത്തിയത്. ഞങ്ങളുടെ ഭൂമി ഒരു കാരണവശാലും താങ്കൾക്ക് വിട്ടുതരില്ല എന്നും ഞങ്ങളുടെ ഭൂമി കയ്യേറാൻ ശ്രമിച്ചാൽ ഇതുപോലെ താങ്കളുടെ ഭൂമി കയ്യേറാൻ ഞങ്ങൾക്കും അറിയാം എന്നൊക്കെ ഈ സംഘടന താക്കീത് നൽകിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ 5 ഗോൾഫ് കോഴ്സുകളിലൊന്നാണ് സ്കോട്ട്ലൻഡിലെ ടേൺബറിയിലെ ഈ ഒരു ഗോൾഫ് കോഴ്സ്. നേരത്തെ ഇതൊരു ദുബായ് കമ്പനിയുടെ വകയായിരുന്നു. 2014 വൻ തുക നൽകിയാണ് ഡൊണാൾഡ് ട്രംപ് ഇത് സ്വന്തമാക്കിയത്. ഇതുകൂടാതെ സ്കോട്ട്ലൻഡിൽ ഡൊണാൾഡ് ട്രംപിന് മറ്റൊരു ഗോൾഫ് കോഴ്സ് കൂടിയുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വലിയ വ്യവസായ സംരംഭങ്ങളുള്ള വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡിലും അദ്ദേഹത്തിന് നിരവധി വ്യവസായ സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ടേൺബറിയിലെ ഈ ഒരു ഗോൾഫ് കോഴ്സിനോടൊപ്പം തന്നെ ഒരു 5 നക്ഷത്ര ഹോട്ടലും സ്പായും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്ക് പോലും വൻ തുക നൽകിയാൽ മാത്രമേ ഈ ഗോൾഫ് കോഴ്സിൽ 1 മണിക്കൂർ അത് ഗോൾഫ് കളിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഡൊണാൾഡ് ട്രംപ് 2ാമത് പ്രസിഡന്റ് ആയതിനു ശേഷം ഗാസ ഏറ്റെടുത്ത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. ഇത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വർണ്ണ പ്രതിമ അവിടെ ഉയർന്നതായി കാണാം. ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുള്ള വലിയ ഹോട്ടലുകളുണ്ട്. അതുപോലെ അദ്ദേഹം സുന്ദരിമാരൊത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ, അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ഡൊണാൾഡ് ട്രംപ് ഉല്ലസിക്കുന്ന ചിത്രങ്ങൾ തുടങ്ങിയ നിരവധി ദൃശ്യങ്ങളാണ് ഈ AI സംവിധാനം ഉപയോഗിച്ച് പ്രദർശിപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അന്ന് ഉയർന്നിരുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസ് തന്നെ നൽകിയ മറുപടിയാകട്ടെ, ഗാസ എന്നുള്ളത് ഇനി ആർക്കും താമസിക്കാൻ കഴിയാത്ത ഒരു പ്രദേശമാണ്, അതിന് ഞങ്ങൾ വൃത്തിയാക്കി എടുക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്നായിരുന്നു. ഗാസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ പിന്നെ എങ്ങോട്ട് പുനരധിവസിപ്പിക്കും എന്ന ചോദ്യത്തിന് ട്രംപിൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു. ഇവരെ ജോർദാനിലോ ഈജിപ്തിലോ താമസിപ്പിക്കാമെന്നായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഈ 2 രാജ്യങ്ങളും ഇക്കാര്യം എതിർക്കുകയും ചെയ്തിരുന്നു. അറബ് രാഷ്ട്രങ്ങളുടെയൊക്കെ തന്നെ മൊത്തത്തിലുള്ള ഒരു എതിർപ്പും ഇക്കാര്യത്തിൽ ട്രംപിന് നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. ഈ ഫലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. എങ്കിലും സ്കോട്ട്ലൻഡിൽ ഇത്രയും പ്രശസ്തമായ ഒരു ഗോൾഫ് കോഴ്സിലേക്ക് ഇരച്ചെത്താനും അവിടെ ഇത്രയധികം നാശനഷ്ടങ്ങൾ വരുത്താനും ഈ സംഘടനയുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് അധികൃതരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും ഇതേക്കുറിച്ചുള്ള ട്രംപിൻ്റെ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തൻ്റെ ഏറ്റവും അഭിമാന സ്ഥാപനം ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ട്രംപ് ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല. എന്ന് മാത്രമല്ല, ട്രംപിൻ്റേതായ തനത് ശൈലിയിൽ തന്നെയുള്ള മറുപടികളും വലിയ താമസമില്ലാതെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.